സർ, നമ്മുടെ IT അക്കാഡമിക്ക് 24 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഏതൊരു മനുഷ്യനും ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ട്. അപ്പോൾ സാറിൻ്റെ ടേണിംഗ് പോയിന്റ് ഇതാണെന്ന് എങ്ങനെയാണ് പറയാൻ സാധിക്കുന്നത്? ഞാൻ ഏകദേശം എനിക്ക് തോന്നുന്നത് 2020 തോന്നുന്നു. 2020 12/4/2020 ഏറ്റവും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംഭവം സംഭവിക്കുന്നത്. കാരണം അന്ന് എൻ്റെ എല്ലാമായിരുന്ന എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ നിറകുടമായിരുന്ന, എൻ്റെ സന്തോഷത്തിൻ്റെ കാരണമായിരുന്ന, എന്നെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്തിരുന്ന എൻ്റെ സ്നേഹനിധിയായ എൻ്റെ മാതാവ് എന്നിൽ നിന്ന് വിട്ടുപിരിഞ്ഞു. അതുവരെ എനിക്ക് കുറച്ച് കാലങ്ങളായി രോഗശയ്യയിലായിരുന്നെങ്കിലും അവരെ പരിചരിക്കാനുള്ള അവസരം ദൈവം എനിക്ക് തന്നു. ഞാൻ മറ്റുള്ളതെല്ലാം മറന്ന് അതിലായിരുന്നു അന്ന് ജീവിച്ചിരുന്നത്. എന്നാൽ ഈ പറഞ്ഞ ദിവസം 12/4/2020 ഒരു 10 മണിയൊക്കെ ആവുന്ന സമയത്ത് എൻ്റെ കൈകളിൽ വെച്ച് തന്നെ ഒരു ഇടിമുഴക്കം പോലെ ഒരു ശബ്ദമുണ്ടായി. എൻ്റെ മനസ്സിലും എൻ്റെ പുറമേയും ഉണ്ടായി. അത് എൻ്റെ മാതാവ് എന്നിൽ നിന്ന് വിട്ടുപിരിയുന്ന രംഗങ്ങളായിരുന്നു. തീർച്ചയായിട്ടും അവരെ അതിൻ്റെ പ്രാഥമിക കർമ്മങ്ങളെല്ലാം ചെയ്ത് അവരെ ബെഡിൽ കിടത്തി ഞാൻ പൂർണ്ണമായിട്ടും കുറച്ച് സമയം സൈലൻ്റായി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവരുടെ ശരീരമാകെ തണുത്ത് പൂർണ്ണമായിട്ടും ഈ ലോകത്ത് നിന്ന് അവർ എന്നിൽ നിന്ന് വിട്ടുപിരിഞ്ഞു എന്നെനിക്ക് ബോധ്യമായി. അന്നാണ് ഞാൻ ഒരുപാട് ഇരുളടഞ്ഞ എൻ്റെ ജീവിതങ്ങളെ കാണാൻ തുടങ്ങിയത്. തീർച്ചയായിട്ടും അന്ന് എല്ലാ കർമ്മങ്ങളും കഴിഞ്ഞ് ഞാൻ പള്ളിക്കാട്ടിൽ നിന്ന് ഖബറിലേക്ക് എൻ്റെ ഉമ്മാനെ എൻ്റെ കൈകൾ കൊണ്ട് വെച്ച് മടങ്ങി വരുന്ന സമയത്ത് ഓരോ സ്റ്റെപ്പുകൾ മുന്നോട്ട് വെക്കുമ്പോഴും ഏങ്ങി കരഞ്ഞുകൊണ്ടേയിരുന്നു എൻ്റെ മനസ്സ്. അത് അലറി വിളിച്ചുകൊണ്ട് എൻ്റെ മനസ്സ് കരഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ മാത്രമാണ് അത് കേട്ടിരുന്നത്. വീട്ടിലെത്തി ഇനി എനിക്ക് എന്ത് ചെയ്യും എന്നറിയാതെ ഞാൻ ആകെ മണ്ണ് തപ്പുന്ന പോലെയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഇരുളടഞ്ഞ ഈ വഴിയിൽ ഇനി ഞാൻ എന്ത് ചെയ്യും എന്നറിയാതെ എൻ്റെ എല്ലാമായിരുന്ന, എനിക്ക് എല്ലാ സപ്പോർട്ടുകളും തന്നിരുന്ന എൻ്റെ മാതാവ് എന്നിൽ നിന്ന് വിട്ടുപിരിഞ്ഞിട്ടുണ്ട് എന്നെനിക്ക് മനസ്സിലായതോടുകൂടി ഞാൻ ഒറ്റപ്പെട്ടവനായ പോലെ എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ ഒരു ഭ്രാന്തനെ പോലെ, അല്ലെങ്കിൽ ഒരു മാർഗരേഖ ഇല്ലാതെ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അന്ന് എൻ്റെ എല്ലാ ബിസിനസ്സുകളും അല്ലെങ്കിൽ എൻ്റെ IT അക്കാഡമി എല്ലാം കൊറോണ കാലമായതിനാൽ പൂട്ടിക്കിടക്കുകയായിരുന്നു. എനിക്ക് വേറെ ഒരു വെളിച്ചമില്ല, സന്തോഷമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ മനുഷ്യനും ഉള്ളതുപോലെ തന്നെ ഞാൻ സാവധാനം ഇതിൽ നിന്ന് റിക്കവറായി. ആ റിക്കവറായ സമയത്ത് എനിക്ക് ഒരു വരുമാനമോ എൻ്റെ വീട്ടിലെ ചെലവ് നടത്താൻ പോലുമുള്ള കാര്യങ്ങളോ ഇല്ലാത്തതിനാൽ ഞാൻ അടുത്ത ഒരു പുതിയ ബിസിനസ്സിലേക്ക് ഇറങ്ങി തിരിച്ചു. എന്താ എന്നറിയില്ല. ഈ പ്രാർത്ഥനകളുടെ കരങ്ങളില്ലാത്തത് കൊണ്ടാണോ അതോ എൻ്റെ ഭാഗ്യദോഷം കൊണ്ടാണോ എന്നെനിക്കറിയില്ല. അന്ന് മുതൽ ഞാൻ ജീവിതത്തിൽ ബിസിനസ്സിൽ വീണ്ടും പരാജയപ്പെടാൻ തുടങ്ങി. പരാജയപ്പെട്ട് അങ്ങേ അറ്റത്തെത്തി തുടങ്ങി. ആന്ധ്രാപ്രദേശിലുള്ള കടപ്പുറത്ത് പോലും 14-15 ദിവസങ്ങൾ കടന്നിട്ട് പല ബിസിനസ്സുകളും ചെയ്യാൻ വേണ്ടി ഞാൻ ഒരുമ്പെട്ടെങ്കിലും എൻ്റെ കുടുംബത്തിന്, എൻ്റെ ഭാര്യയും എൻ്റെ മക്കളെയും വേറെ വീട്ടിലാക്കേണ്ട അവസ്ഥ വന്നിട്ട് പോലും എനിക്ക് എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥയായിരുന്നു. ഈ സമയത്ത് എന്നെ തിരിച്ചറിയാൻ വേണ്ടി എൻ്റെ ദൈവം എനിക്ക് തന്ന പണികളാണ് ഇത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് വളരെ വൈകിയായിരുന്നു. ആ സമയത്ത് അവിടുന്ന് എല്ലാം തിരിച്ചു പോന്ന് എൻ്റെ മാനസിക സമനില തെറ്റിത്തുടങ്ങിയപ്പോൾ ഞാൻ എല്ലാവരും പറയുന്നത് പോലെ തന്നെ ഒരാളുടെ സഹായം തേടി. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ട്രാൻസ്ഫോർമേഷൻ ഡസിൻ്റ് ഹാപ്പൻ ഐസൊലേഷൻ ആണ്. ഒറ്റയ്ക്ക് ഒരിക്കലും ഒരാൾക്ക് ട്രാൻസ്ഫോർമേഷൻ നടത്താൻ സാധിക്കുകയില്ല. ഒരാളുടെ സഹായം വേണം എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിനോട് കാര്യങ്ങൾ സംസാരിച്ച് അയാൾ എന്നെ ഒരു കൗൺസിലിംഗ് സെൻറ്ററിലേക്ക് എന്നെ റെഫർ ചെയ്തു. ആ കൗൺസിലറെ അടുത്ത് ഞാൻ കുറച്ച് സമയം സംസാരിച്ച് അവിടെ നിന്ന് തിരിച്ചു പോരുമ്പോൾ തന്നെ ഞാൻ ഒരു പുതിയ ലോകത്തേക്ക് കാൽ വെക്കുകയാണ് എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു തുടങ്ങി. അന്ന് വരെ ഉണ്ടായിരുന്ന എല്ലാ കച്ചവട സാമഗ്രികളും വിറ്റ് പുതിയ മേഖലയിലേക്ക് തേടണമെന്നോ പഴയതിനെ തുടരണമെന്നോ എന്നുള്ള കൺഫ്യൂഷൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ എന്നെ ആ ട്രാൻസ്ഫോർമേഷനിലേക്ക് നയിച്ച എൻ്റെ ആ സുഹൃത്ത്, കൗൺസിലിംഗ് ചെയ്ത എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ഏറ്റവും മികച്ചതായിട്ടുള്ളത് നിങ്ങൾ ഇതുവരെ ചെയ്തിരുന്ന ജോലി തന്നെയാണ്. നിങ്ങളുടെ സ്ഥാപനം തുറക്കപ്പെടും. തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ തന്നെ സ്റ്റിക്ക് ചെയ്യണം. നിങ്ങൾ യാതൊരു കാരണവശാലും വേറൊന്നിലേക്ക് തിരിയരുത് എന്ന് പറഞ്ഞു. ആ ഒരു മനസ്സോടുകൂടി വീണ്ടും ഞാൻ ഉയർത്തെഴുന്നേൽക്കപ്പെട്ടു. കുറേ ദിവസങ്ങൾ അല്ലെങ്കിൽ മാസങ്ങൾ കഷ്ടപ്പെട്ടിട്ട് ഞാൻ എൻ്റെ ട്രാൻസ്ഫോർമേഷൻ രംഗത്തിലേക്ക് എത്തുന്നു. എനിക്കുണ്ടായ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അതിഗംഭീരമായിരുന്നു. ഞാൻ എന്നു മുതലാണോ എന്നെ തിരിച്ചറിയാൻ തുടങ്ങിയത്, എൻ്റെ ഉള്ളിലുള്ള എൻ്റെ ദൈവം എനിക്ക് തന്ന കഴിവുകൾ തിരിച്ചറിയൽ തുടങ്ങിയത്, അന്നു മുതൽ ഞാൻ ഓരോ സ്റ്റെപ്പുകളും ഉയരങ്ങളിലേക്ക് കീഴടക്കാൻ വേണ്ടി വെച്ചുകൊണ്ടേയിരുന്നു. അതിനുശേഷം ആ 2020 ശേഷം 2022 വരെ ഞാൻ അലഞ്ഞു തിരിഞ്ഞ് നടന്നെങ്കിലും 2022 ഈ 2 വർഷത്തിൻ്റെ ഉള്ളിൽ എൻ്റെ ദൈവം എന്നെ ഒരു പുതിയ മനുഷ്യനായി മോൾഡ് ചെയ്തെടുത്തു. ആ സന്ദർഭങ്ങളിലുണ്ടായ എൻ്റെ എല്ലാ പ്രതിസന്ധികൾക്കുമുള്ള പരിഹാരം തൻ്റെ ബാക്കിലുള്ള താൻ ഇതുവരെ പോയ ആ 20 വർഷങ്ങളിലുണ്ട് എന്ന് എന്നോട് എൻ്റെ മനസ്സ് അലറി വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. അതിൽ നിന്നുള്ള പ്രോബ്ലങ്ങളുടെ പരിഹാരം കണ്ടെത്തിക്കൊണ്ടാണ് ഞാൻ മുന്നോട്ട് നീങ്ങിയത്. അന്ന് മുതലാണ് എൻ്റെ വിജയം ആരംഭിച്ചത്. 2022 മെയ് മാസം മുതൽ ഞാൻ പുതിയ മേഖലയിലേക്ക് കടന്നു. എൻ്റെ ട്രെയിനിങ്ങിൻ്റെ രൂപം ഞാൻ മാറ്റി, എൻ്റെ സ്ഥാപനത്തിലുള്ള പ്രവർത്തനത്തിൻ്റെ രൂപം ഞാൻ മാറ്റി. എന്നിൽ വരുന്ന കുട്ടികൾ, ആയിരക്കണക്കിന് കുട്ടികൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന് ട്രാൻസ്ഫോർമേഷൻ കരസ്ഥമാക്കി അവരെ തിരിച്ചറിഞ്ഞ് അവരുടെ ജോലിയിലും അവരുടെ ജീവിതത്തിലും അവരുടെ പ്രൊഫഷനിലും വിജയം കണ്ടെത്തുന്നുണ്ട് എന്ന് മനസ്സിലായപ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഇറങ്ങി തിരിച്ചു. എനിക്ക് ഇതുപോലെ ഒരുപാട് ആളുകളെ സഹായിക്കാൻ സാധിക്കും. എൻ്റെ ജീവിതത്തിൽ എനിക്ക് സന്തോഷം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ സന്തോഷത്തിന് ഞാൻ പൂർണ്ണമായിട്ടും മറ്റുള്ളവർക്ക് പങ്കുകൊടുക്കുമെന്നും അതിലൂടെ ഒരുപാട് ആളുകളുടെ ഇരുളടഞ്ഞ ജീവിതത്തിൻ്റെ ആ മറ മാറ്റിക്കൊടുക്കാൻ സാധിക്കുമെന്നും മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ക്ലബ്ബ് എന്ന ഈ പ്രോഗ്രാം ആരംഭിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത് ഒരു അവസരമാണ് എല്ലാ ആളുകൾക്കും. അതായത് ഈ ജീവിതത്തിലെ ഏത് തരം പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഇതിലുണ്ടാവും എന്നുള്ളത് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് വിശ്വസിക്കാം. ആ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ ഇത് ആരംഭിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിൽ എല്ലാവരും പങ്കുചേരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.